അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ തദ്രീബാത്ത് ചെയ്യുന്നത് 8ാമത്തെ പാഠമാണ്. ഫിഖ്ഹിലെ 8ാമത്തെ പാഠം. ആദ്യമായി തന്നെ ഉള്ളത് നഖ്റഉ വനസ്തഇബുൽ മഅന, വായിക്കുക, നമ്മൾ വായിച്ചതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുകയാണ്. ഒന്നാമത്തെ വർക്ക്. ഖറജ്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ പുറപ്പെട്ടു. ആമ തബൂക്ക്, തബൂക്ക് യുദ്ധം നടന്ന വർഷം. ഫകാന യജ്മഉ ളുഹ്റ വൽ അസറ വൽ മഅരിബ വൽ ഇശാ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹ്റിനെയും അസറിനെയും മഅരിബിനെയും ഇശാഇനെയും ജമ്മാക്കിയിരുന്നു. അപ്പോൾ ഇതൊരു ഹദീസാണ്, ഹദീസിൻ്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ക്വസ്റ്റ്യൻ ആൻസറാണ്. നക്തസിഫുൽ ഇജാബ, ഉത്തരം കണ്ടെത്തുകയാണ്. ഫി അയ്യി സഫരിൻ യജൂദുൽ ഖസ്റു സ്വലാത്തി വഫി അയ്യി സ്വലാത്തി, ഏത് നിസ്കാരത്തിലാണ് ഖസ്ർ അനുവദനീയമാവുന്നത്? ഏത് നിസ്കാരത്തിലാണ് ഖസ്ർ അനുവദനീയമാവുന്നത്? നാടിൻ്റെ അതിർത്തി വിട്ട് കടന്ന ദീർഘമായ യാത്ര അഥവാ 2 മർഹലയുള്ള യാത്രക്കാർക്ക് എന്താണ് 4 റക്അത്തുള്ള നിസ്കാരങ്ങളെ അഥവാ ളുഹ്റിനെയും അസറിനെയും ഇശാഇനെയും ഖസ്റാക്കി നിസ്കരിക്കൽ അനുവദനീയമാണ്, ജായിസാണ്. ഇനി 2ാമത്തെ ചോദ്യമാണ്. മാ മസാഫത്തു സഫരി ത്വവീൽ, മാ മസാഫത്തു സഫരി അത്വവീൽ, ദീർഘമായ യാത്ര എന്നാൽ എന്താണ്? അതിൻ്റെ ആൻസർ പാഠത്തിലുണ്ട്. അഥവാ ദീർഘമായ യാത്ര എന്ന് പറഞ്ഞാൽ 2 മർഹലയാണ്. 2 മർഹല എന്ന് പറഞ്ഞാൽ 132 കിലോമീറ്റർ. അപ്പോൾ 132 കിലോമീറ്ററുള്ള യാത്ര ചെയ്യുന്ന ആൾക്ക് എന്താണ് ഖസ്റാക്കാം. മസാഫത്ത് ത്വവീൽ എന്നതിൻ്റെ ആ ഒരു ദൂരമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ, 3ാമത്തെ ചോദ്യം നമുക്ക് കാണാം. മതാ യഫ്ളുലുൽ ഖസ്റു ലിൽ മുസാഫിരി, യാത്രക്കാരന് എപ്പോഴാണ് ഖസ്റാക്കി നിസ്കരിക്കൽ ഏറ്റവും ശ്രേഷ്ഠമാകുന്നത്? മതാ യഫ്ളുലുൽ ഇത്മാമു, എപ്പോഴാണ് സാധാ പോലെ 4 റക്അത്തിനെ പൂർത്തിയാക്കി നിസ്കരിക്കൽ ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് എപ്പോഴാണ്? അഥവാ ഖസ്റാക്കി നിസ്കരിക്കൽ ഏറ്റവും ഉത്തമം ഖസ്റാക്കി നിസ്കരിക്കലാവുന്ന സമയം, ഏറ്റവും ഉത്തമം പൂർണ്ണമായി നിസ്കരിക്കലാവുന്ന സമയം, ഈ രണ്ടും ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ 2 മർഹല ഉള്ള യാത്ര അഥവാ 132 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആൾക്ക് ഏറ്റവും നല്ലത് പൂർണ്ണമായി നിസ്കരിക്കലാണ്. അതേ സ്ഥാനത്ത് 3 മർഹല ഉള്ള യാത്രക്കാരനും അതുപോലെ എപ്പോഴും സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളും ആണെങ്കിൽ, അല്ലെങ്കിൽ കുടുംബം കൂടെയുള്ള കപ്പിത്താൻ പോലത്തെ ആളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് നിസ്കാരം ഖസ്റാക്കി നിസ്കരിക്കലാണ്. അടുത്ത ചോദ്യം. കം ഷർത്തൻ ലിൽ ഖസ്രി വമാഹിയ, ഷർത്തിന് എത്ര ഖസ്റിന് എത്ര ഷർത്തുകളുണ്ട്? അവ ഏതൊക്കെയാണ്? ഖസ്റായി നിസ്കരിക്കുന്നവർക്ക് എന്തുണ്ട്? നിസ്കാരം ഖസ്റാക്കുന്നതിന് 4 ഷർത്തുകളുണ്ട്. ആ 4 ഷർത്തുകൾ ഏതൊക്കെയാണ് എന്നതാണ് അടുത്ത ചോദ്യം. അഥവാ നമ്മളിപ്പോൾ 3 ക്വസ്റ്റ്യൻ നോക്കി, 4ാമത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ പറയുന്നത്. അഥവാ നിസ്കാരം ഖസ്റാക്കുമ്പോൾ എത്ര ഷർത്തുകളുണ്ട്, അവ ഏതൊക്കെ? 5ാമത്തെ ക്വസ്റ്റ്യൻ. ലിമൻ യജൂദുൽ ഖസ്റു 18 യൗമ, ആർക്കാണ് 18 ദിവസം അഥവാ 18 ദിവസം നിസ്കാരം ഖസ്റാക്കി നിസ്കരിക്കാൻ പറ്റുന്ന ആൾ ആരാണ്? ഇനി 6ാമത്തെ ചോദ്യം. ലിജംഇ തഅഖീരി ഷർത്താനി മാഹുമ, ലിജംഇ തഅഖീരി ഷർത്താനി മാഹുമ,
പിന്തിച്ചുകൊണ്ട് ജമ്മാക്കുന്നതിന് 2 ഷർത്തുകളുണ്ട്. അവ രണ്ടും എന്തൊക്കെയാണ്? ഇനി 7ാമത്തെ ചോദ്യം, മതാ യജൂസുൽ ജംഉ ലിൽ മരീളി. രോഗിക്ക് എപ്പോഴാണ് ജംആക്കൽ അനുവദനീയമാകുന്നത്? നിസ്കാരം ജംആക്കൽ രോഗിക്ക് അനുവദനീയമാകുന്ന സമയം എപ്പോഴാണ്? മഴ കാരണം നിസ്കാരം ജംആക്കൽ ജായിസായവർക്ക് പറയപ്പെട്ട ഷർത്ത് അത് ഏതൊക്കെയാണ്? 8ാമത്തെ ചോദ്യം. അതൊക്കെ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. അതൊക്കെ കണ്ടെത്തി നമ്മൾ നന്നായി പഠിക്കുക എന്നതാണ് ഈ തദ്രീബാത്ത് എഴുതൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്.